ഹലോ, മാപ്സ് മീൽസിന്റെ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് പറയുന്നത് +2 കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എങ്ങനെ ജർമ്മനിയിൽ ഒരു നേഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിലൂടെ പ്രധാനപ്പെട്ട 5 ടോപ്പിക്സ് ആണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമതായി നിങ്ങൾക്ക് വേണ്ട അഡ്മിഷൻ ക്രൈറ്റീരിയ എന്തൊക്കെയാണ്, രണ്ടാമതായി നിങ്ങൾക്ക് എങ്ങനെ ഒരു അഡ്മിഷൻ എടുക്കാന്നുള്ളതിനെ പറ്റിയിട്ടാണ്, പിന്നീട് മൂന്നാമതായി നിങ്ങൾ ജർമ്മനിയിൽ വന്നു കഴിഞ്ഞാൽ ഒരു നേഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഇവിടെ ചെയ്യേണ്ടി വരും എന്നതിനെ പറ്റിയിട്ടാണ്. പിന്നെ നാലാമതായി നിങ്ങളുടെ സാലറിയെ പറ്റി, പിന്നെ നിങ്ങൾക്ക് സ്പൗസിനെ കൊണ്ടുവരാൻ പറ്റുമോ, നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ അവസാനമായി നിങ്ങൾ ജർമ്മനിയിൽ വന്നു കഴിഞ്ഞാൽ, അതായത് നേഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിന് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഉണ്ടാവുക, ഇപ്പോൾ ജർമ്മനിയിൽ നേഴ്സിംഗ് പഠിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അപ്പോൾ അങ്ങനെയുള്ള ടോപ്പിക്കിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. അഡ്മിഷൻ ക്രൈറ്റീരിയസ് എന്തൊക്കെയാണ്? അപ്പം നിങ്ങളൊരു സ്കൂളിംഗ് കഴിഞ്ഞ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ജർമ്മനിയിൽ ഒരു നേഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിന് അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾ 10th കഴിഞ്ഞ ഒരാളാണെങ്കിലോ അല്ലെങ്കിൽ 12th കഴിഞ്ഞ ആളാണെങ്കിലോ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന് അപ്ലൈ ചെയ്യാം. അപ്പം നമ്മുടെ കേരളത്തിൽ നിന്നും യൂഷ്വലി +2 കഴിഞ്ഞിട്ടാണ് കുട്ടികൾ ഇവിടെ നേഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിന് വരാറുള്ളത്. നിങ്ങളിപ്പോൾ 10th കഴിഞ്ഞു അല്ലെങ്കിൽ +2 ഒക്കെ കഴിഞ്ഞു, നാട്ടിലിപ്പോൾ വേറെ ഏതെങ്കിലും ഒരു കോഴ്സ് ചെയ്തു അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിനൊന്നും ഒരു പ്രശ്നമല്ല. അപ്പം നിങ്ങളുടെ ഇതെന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു ക്വാളിഫിക്കേഷൻ മീറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അപ്പം നിങ്ങൾ സ്കൂളിംഗ് സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ഈ ഒരു നേഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിന് അപ്ലൈ ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ ഈ ഒരു അഡ്മിഷൻ ക്രൈറ്റീരിയയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ജർമ്മൻ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് ആണ്. അപ്പം ഇവിടെ ജർമ്മനിയിൽ ഒരു നേഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിന് വേണ്ടത് ഒരു B2 ലെവൽ ജർമ്മൻ സർട്ടിഫിക്കറ്റ് ആണ്. പക്ഷേങ്കിൽ ചില നേഴ്സിംഗ് സ്കൂളുകൾ അത് സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അവർ B1 സർട്ടിഫിക്കറ്റ് ഉള്ളവരെയും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിൽ ജർമ്മനിയിൽ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഒരു 95% നേഴ്സിംഗ് സ്കൂളുകാർ B2 ലെവൽ സർട്ടിഫിക്കറ്റ് ഉള്ള കുട്ടികളെയാണ് ഈസി ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത്. പലരും ചോദിക്കാറുണ്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ പാടാണോ, അല്ലെങ്കിൽ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം വേണ്ടി വരും എന്നൊക്കെ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയായിരിക്കും, ജർമ്മൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഭയങ്കര ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്. അപ്പം ഈ ഒരു ലാംഗ്വേജിന്റെ ഒരു B1 ലെവലൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ ഏകദേശം ഒരു 8 മാസമൊക്കെ വേണ്ടി വരും. നിങ്ങൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ് ആവുകയാണെങ്കിലാണ് ഈ ഒരു 8 മാസത്തിന്റെ കാര്യം ഞാൻ പറയുന്നത്. ഇനി ഒരു B2 ലെവലൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 1.5 years ഒക്കെ നിങ്ങൾക്ക് വേണ്ടി വരുമായിരിക്കും. പിന്നെ അത് നിങ്ങളുടെ സ്കില്ലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലവർ വേഗം പഠിക്കും, ചിലവർ പതുക്കെ പഠിക്കത്തുള്ളൂ. അപ്പോൾ അത് നിങ്ങളുടെ ആ ഒരു ലാംഗ്വേജ് പഠിക്കാനുള്ള സ്കില്ലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷേ ഓവറോൾ നമ്മളൊരു ആവറേജ് നോക്കുവാണെങ്കിൽ ഒരു B2 ലെവലൊക്കെ പാസ്സാവാനായിട്ട് 1.5 years ആണ് വേണ്ടി വരുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ നാട്ടിൽ B2 ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ജർമ്മനിയിൽ വന്നെന്നിരിക്കട്ടെ. അപ്പം ജർമ്മനിയിൽ വന്നിട്ട് ഇവിടുത്തുകാരുടെ ജർമ്മൻ കേൾക്കുമ്പോൾ എൻ്റർലി ഡിഫറൻ്റ് ആയിട്ട് തോന്നും. കാരണം ഇവർ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് സംസാരിക്കാറ്. അപ്പോൾ അതുമായിട്ട് മാനേജ് ചെയ്യാൻ നിങ്ങൾക്ക് ആദ്യമൊക്കെ വലിയ പാടായിരിക്കും. പക്ഷേ നിങ്ങൾ പോകെ പോകെ അത് പഠിക്കും, ആ ഒരു ലാംഗ്വേജ് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പം നമ്മുടെ ഫസ്റ്റ് അഡ്മിഷൻ ക്രൈറ്റീരിയ എന്താണെന്ന് മനസ്സിലായില്ലേ? അതാണ് B2 ലെവൽ ജർമ്മൻ സർട്ടിഫിക്കറ്റ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നിങ്ങളുടെ 10th-ന്റെയും 12th-ന്റെയും സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ ചെയ്ത് വെക്കുക. പിന്നെ മൂന്നാമത്തെ ഡോക്യുമെന്റ് വേണ്ടതെന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് ആണ്. അത് നിങ്ങൾ സ്വന്തമായി ചെയ്യാവുന്നതാണ്. പിന്നീട് വേണ്ടത് ഒരു കവർ ലെറ്റർ ആണ്. അപ്പോൾ അതും കൂടെ ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് ഇനിഷ്യലി ഒരു നേഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിന് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വേണ്ടത്. ഇനിയിപ്പോൾ ഞാൻ സംസാരിക്കുന്ന പറയുന്നത് ഒരു നേഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിനെ പറ്റിയിട്ടാണല്ലോ. പക്ഷേ എങ്കിൽ ഇതൊരു വൊക്കേഷണൽ ട്രെയിനിങ് കോഴ്സ് ആണ്. അപ്പം നിങ്ങൾ കുറച്ചും കൂടെ ഒരു ഹയർ എഡ്യൂക്കേഷൻ ഒക്കെ പ്രതീക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ജർമ്മനിയിൽ നേഴ്സിംഗിന്റെ ബാച്ചിലർ പ്രോഗ്രാം ഒക്കെ ചെയ്യാവുന്നതാണ്. അതൊരു 4 വർഷത്തെ കോഴ്സാണ്. അപ്പോൾ ഈ ഒരു ബാച്ചിലർ നേഴ്സിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സയന്റിഫിക് ഏരിയയിൽ ഫോക്കസ് ചെയ്ത് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എടുത്ത് ചെയ്യാവുന്നതാണ്. അപ്പം ഡിഫറെൻറ്റ് ഫീൽഡ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ബാച്ചിലർ ഓഫ് നേഴ്സിംഗ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് പോകാം. എങ്ങനെ ഒരു അഡ്മിഷൻ ജർമ്മനിയിൽ എടുക്കുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നോക്കുവാണെങ്കിൽ കൂടുതലും കുട്ടികൾ ഇവിടെ നേഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിൽ വരുന്നത് ഏജന്റ് ത്രൂ ആണ്. അപ്പോൾ യൂഷ്വലി നമ്മൾ ഏജന്റിന് പേ ചെയ്യേണ്ടത് 2 to 7 lakhs അല്ലെങ്കിൽ 8 lakhs, അപ്പം അങ്ങനെയൊക്കെ പോകും. അപ്പം അങ്ങനെ നമ്മൾ പൈസ ഒന്നും അടയ്ക്കാതെ, ഒരു 5 പൈസ പോലും കൊടുക്കാതെ നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. അതെങ്ങനെയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ജർമ്മനിയിൽ ഏത് സ്റ്റേറ്റിലേക്കാണ് നിങ്ങൾ വരുന്നത് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾ ഉണ്ടാക്കുക. ഫോർ എക്സാമ്പിൾ ഒരു ബവേരിയയിലാണോ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നോർത്ത് റൈൻ വെസ്റ്റ്ഫാലിയയിലാണോ, അപ്പോൾ നിങ്ങൾ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്യുക, ആ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിലെ ലിസ്റ്റ് ഓഫ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ലിസ്റ്റ് ഓഫ് ഓൾഡ് ഏജ് ഹോംസ്, അപ്പോൾ ഇങ്ങനെ സെർച്ച് ചെയ്യുക. അപ്പം ഇവിടെ ഡേറ്റാസ് എല്ലാം പബ്ലിക്കലി അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾ ആ ഒരു ഹോസ്പിറ്റലിന്റെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് ആ ഹോസ്പിറ്റൽ ഇൻചാർജിന്റെ ഇമെയിൽ ID എടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോൺ നമ്പർ കിട്ടും. എന്നിട്ട് ഈ ഒരു ഇമെയിലിലേക്ക് നിങ്ങൾ ഡീറ്റെയിൽ ഒരു ഇമെയിൽ അയക്കുക. നിങ്ങളുടെ
സർട്ടിഫിക്കറ്റ്സ്, നിങ്ങളുടെ ഡോക്യുമെന്റ്സ് എല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് ഒരു ഡീറ്റെയിൽ ഇമെയിൽ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. അപ്പം ജർമ്മനിയെ സംബന്ധിച്ച് ജർമ്മൻ ഓഫീസുകൾ, അല്ലെങ്കിൽ അത് ഹോസ്പിറ്റൽ ആകട്ടെ ഏതൊരു ഓഫീസ് ആകട്ടെ, ഒരു ഇമെയിൽ കിട്ടിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം നിങ്ങളെ അക്സെപ്റ്റ് ചെയ്താലും നിങ്ങൾ റിജക്ട് ചെയ്താലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവരുടെ ഒരു റിപ്ലൈ കിട്ടും. അപ്പം ഫസ്റ്റ് ടൈം ഒന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു എന്താ പറയുന്നത്, ഒരു അഡ്മിഷൻ കിട്ടണം എന്നില്ല. ചില സമയത്ത് നിങ്ങൾ 50 പ്രാവശ്യം 50 ഹോസ്പിറ്റലിനെ അപ്രോച്ച് ചെയ്യേണ്ടിയിരിക്കും, ചില സമയത്ത് 100 ഇമെയിൽസോളം അയക്കേണ്ടിയിരിക്കും. പക്ഷേങ്കിൽ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെ ഒരു അഡ്മിഷൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 8 to 10 lakhs ഒക്കെ നിങ്ങൾക്ക് സേവ് ചെയ്യാവുന്നതാണ്. ജർമ്മനിയിൽ നമുക്കിവിടെ 2 ഇൻടേക്കാണുള്ളത്. ഒന്ന് സമ്മർ ഇൻടേക്കും പിന്നെ വിന്റർ ഇൻടേക്കും. അപ്പോൾ ഈ 2 ഇൻടേക്കിലാണ് നിങ്ങൾ അഡ്മിഷന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾക്ക് എളുപ്പത്തിൽ അഡ്മിഷൻ കിട്ടുന്നത് കുറച്ച് എലമെന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പ്രധാനമായിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുന്ന സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ അതുപോലെ നിങ്ങളുടെ +2ന്റെ പെർസെൻറ്റേജ്, പിന്നെ നിങ്ങളുടെ ലാംഗ്വേജ് സ്കിൽ, ഇതിനെയൊക്കെ ബന്ധപ്പെട്ടിരിക്കും. ഇപ്പോൾ ഒരു ബവേരിയ പോലുള്ള സ്റ്റേറ്റിലൊക്കെ നിങ്ങൾ നേഴ്സിംഗ് ഔസ്ബിൽഡിങ്ങിന് അപ്ലൈ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് +2ന് അത്യാവശ്യം നല്ല പെർസെൻറ്റേജും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു B2 ലെവൽ ലാംഗ്വേജ് സ്കില്ലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വേഗത്തിൽ അഡ്മിഷൻ കിട്ടുന്നതായിരിക്കും. ഒരു പക്ഷേ നിങ്ങൾ അഡ്മിഷന് വേണ്ടി അപ്ലൈ ചെയ്തു, പക്ഷേ നിങ്ങൾക്ക് റിജക്ഷൻ വന്നു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ സ്റ്റേറ്റിലൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഒരു നേഴ്സിംഗ് സ്കൂൾ അക്സെപ്റ്റ് ചെയ്തെന്നിരിക്കട്ടെ, അടുത്തതായി എന്തായിരിക്കും? അടുത്തതായി നിങ്ങൾക്ക് ഒരു 2 ലെവൽസ് ഓഫ് ഇന്റർവ്യൂ ആയിരിക്കും. അപ്പോൾ ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്നത് നിങ്ങളുടെ നേഴ്സിംഗ് സ്കൂളിന്റെ വക ഒരു ഇന്റർവ്യൂ ആയിരിക്കും. പിന്നീട് നിങ്ങളുടെ ട്രെയിനിങ് സെന്ററിന്റെ വക ഒരു ഇന്റർവ്യൂ ആയിരിക്കും. അപ്പോൾ ഈ ഒരു 2 ഇന്റർവ്യൂസും അവർ ചോദിക്കുന്നത് ഒരു ജനറൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജർമ്മൻ ലാംഗ്വേജ് സ്കിൽ എത്രത്തോളം ഉണ്ട്, പിന്നെ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്തൊക്കെയാണ്, ഇതൊക്കെ ചെക്ക് ചെയ്യാനുള്ള ഒരു ജനറൽ ഇന്റർവ്യൂസ് ആണ് ഇത് രണ്ടും. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ടോപ്പിക്കിലേക്ക് പോകാം. അതായത് നിങ്ങൾ അഡ്മിഷനൊക്കെ കിട്ടി ജർമ്മനിയിൽ വന്നാൽ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു 3 വർഷ ഈ ഒരു വൊക്കേഷണൽ ട്രെയിനിങ്ങിൽ നിങ്ങൾക്ക് തിയറിയും പ്രാക്ടിക്കലും ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പം പ്രാക്ടിക്കൽ ക്ലാസ് എന്ന് പറയുന്നത് കൂടുതലും ഈ ഹോസ്പിറ്റലുകളിലും അതുപോലെ തന്നെ ഓൾഡ് ഏജ് ഹോമിലും ആംബുലൻസിലും ഒക്കെയാണ്. അപ്പം നിങ്ങൾ ഈ ഒരു 3-4 ഫീൽഡുകളിൽ മാറി മാറി പ്രാക്ടിക്കലൊക്കെ ചെയ്യേണ്ടി വരും. പിന്നെ തിയറി ക്ലാസ്സിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻ ബിറ്റ്വീൻ ഇങ്ങനെ ഒരുപാട് ക്ലാസ് ടെസ്റ്റുകളൊക്കെ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫസ്റ്റ് 6 months എന്ന് പറയുന്നത് ഒരു പ്രൊബേഷൻ പീരീഡ് ആണ്. ഈ ഒരു പ്രൊബേഷൻ പീരീഡിൽ നിങ്ങളുടെ ലാംഗ്വേജ് എങ്ങനെ ഉണ്ടെന്ന് അവർ നോക്കും, നിങ്ങൾ ഗ്രാജുവലി പഠിക്കുന്നുണ്ടോ, പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ വർക്കിംഗ് സ്റ്റൈൽ എങ്ങനെയാണ്, നിങ്ങൾ എങ്ങനെയാണ് പേഷ്യൻറ്റിനോട് ഇടപെടുന്നത്, അപ്പം ഇതൊക്കെ അവർ ചെക്ക് ചെയ്യും. നിങ്ങൾ ഏബിൾ അല്ല എന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ പ്രൊബേഷനും പീരീഡിൽ നിങ്ങളെ അവർക്ക് പറഞ്ഞു വിടാനും പറ്റുന്നതായിരിക്കും. നേരത്തെ ഞാൻ പറഞ്ഞ ക്ലാസ് ടെസ്റ്റ് കൂടാതെ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ എക്സാം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു തേർഡ് ഇയറിലെ എക്സാം ആണ് നിങ്ങളുടെ മെയിൻ എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമിൽ നിങ്ങൾക്ക് തിയറി എക്സാംസ് ഉണ്ട്, പിന്നെ പ്രാക്ടിക്കൽ നിങ്ങൾ ചെയ്യേണ്ടി വരും, അതുപോലെ തന്നെ സ്പീക്കിംഗ് ടെസ്റ്റ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾ ഈ ഒരു തേർഡ് ഇയറിലെ മെയിൻ ആനുവൽ എക്സാം പാസ്സാവുക. അതിനുശേഷം നിങ്ങൾ B2 ലെവൽ ജർമ്മൻ ലാംഗ്വേജ് കൂടി കംപ്ലീറ്റ് ചെയ്യുന്നിരിക്കട്ടെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അനർഖനൂങ്ങിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ എന്താണ് അനർഖനൂങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ജർമ്മൻ നേഴ്സിംഗ് രജിസ്ട്രേഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് അനർഖനൂങ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ജർമ്മനിയിൽ ഫുൾ ടൈം നേഴ്സായിട്ട് വർക്ക് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ 4ാമത്തെ ടോപ്പിക്കിലേക്ക് പോവുകയാണ്, നിങ്ങളുടെ സ്റ്റൈഫൻഡിനെ പറ്റി. അപ്പൊ നിങ്ങൾ ഒരു നേഴ്സിംഗ് ഔസ്ബിൽഡിങ് ജർമ്മനിയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്റ്റൈഫൻഡ് അഥവാ സാലറി ആയിട്ട് എത്രയൊക്കെ കിട്ടും, പലരുടെയും ഡൗട്ടാണിത്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ചെറിയ ചെറിയ ജോലികളെ ഉണ്ടാവുള്ളൂ, അതായത് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ. അപ്പൊ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന സാലറി. അപ്പം യൂഷ്വലി ഒരു ഫസ്റ്റ് ഇയർ നേഴ്സിംഗ് സ്റ്റുഡന്റിന് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് 800 to 1000 euro ആയിരിക്കും. അത് നിങ്ങളുടെ സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടുതൽ പ്രാക്ടിക്കൽ, അതായത് നിങ്ങൾ ഹോസ്പിറ്റലിലും ഓൾഡ് ഏജ് ഹോമിലും ഒക്കെ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് അറൗണ്ട് 1200 മുതൽ 1500 വരെ ആയിരിക്കും. പിന്നെ നിങ്ങളുടെ തേർഡ് ഇയറിൽ നിങ്ങൾക്ക് കൂടുതൽ പ്രാക്ടിക്കൽ, അതായത് നിങ്ങൾ കൂടുതൽ ജോലികൾ ചെയ്യും. അപ്പോൾ നിങ്ങളുടെ സാലറി എന്ന് പറയുന്നത് ഏകദേശം 1800 to 2000 euro ആയിരിക്കും. ഈ പറഞ്ഞ പോലെ അത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ പലരുടെയും ഡൗട്ടാണ് നേഴ്സിംഗ് ഹൗസ്ബിൽഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ സ്പൗസിനെ കൊണ്ടുവരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് സ്പൗസിനെ കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മന്ത്ലി സാലറി എന്ന് പറയുന്നത് ഒരു 2600 അല്ലെങ്കിൽ ഒരു അറൗണ്ട് 3000 euro അടുപ്പിച്ച് വേണം. അത് നിങ്ങൾ താമസിക്കുന്ന സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും.
അപ്പോൾ ഇത്രയും മന്ത്ലി സാലറി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്പൗസസ് വഴി കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പം യൂഷ്വലി നിങ്ങളൊരു നേഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഇത് പോസിബിൾ അല്ല. കാരണം നിങ്ങൾക്ക് അത്രയും സാലറി കിട്ടത്തില്ല. പക്ഷേ എങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ സ്പൗസിനെ കൊണ്ടുവരാം. അപ്പോൾ അതിന് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ബാങ്കിൽ, ഒരു ജർമ്മൻ ബാങ്കിൽ കുറച്ച് സെക്യൂരിറ്റി എമൗണ്ട് ഒക്കെ കാണിക്കാൻ, അതായത് നിങ്ങളുടെ സ്പൗസിന് താമസിക്കാൻ ആവശ്യമുള്ള, അതായത് ലിവിങ് എക്സ്പെൻസ് കാണിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് സ്പൗസിനെ കൊണ്ടുവരാവുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് ജർമ്മനിയിൽ നിങ്ങൾ ഹൗസ് ബിൽഡിംഗ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടോ എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അപ്പം ഞാൻ കുറേ നേഴ്സിംഗ് പഠിക്കുന്ന കുട്ടികളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ജർമ്മനിയിൽ ഒരു ഹൗസ് ബിൽഡിംഗ് ചെയ്യുമ്പോഴത്തേക്ക് അപ്പം നിങ്ങൾക്ക് പിന്നെ ജർമ്മൻ സ്പീക്കിംഗ് കൺട്രികളിൽ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിലേക്കൊക്കെ മൈഗ്രേഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ അവിടുത്തെ ആ ഒരു രാജ്യത്തെ ക്രൈറ്റീരിയ ഒക്കെ നിങ്ങൾ മീറ്റ് ചെയ്യണം. അതിനുവേണ്ടി ചിലപ്പോൾ ചില എക്സാംസ് ഒക്കെ എഴുതേണ്ടി വരും. അപ്പോൾ ഇതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമായിട്ട് എനിക്ക് മനസ്സിലായത്. ഇനിയിപ്പോൾ രണ്ടാമതായി, നേഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്നത് ഒരു ഡിപ്ലോമ പ്രോഗ്രാമാണ്, അതൊരു ബാച്ചിലർ പ്രോഗ്രാം അല്ല. നിങ്ങൾക്കൊരു ബാച്ചിലർ പ്രോഗ്രാം ആണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ജർമ്മനിയിൽ തന്നെ ഒരു 4 ഇയർ ബാച്ചിലർ പ്രോഗ്രാം, നേഴ്സിംഗ് പ്രോഗ്രാം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ഡിപ്ലോമ ആയാലും ബാച്ചിലർ ആയാലും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് ഒരു ജോലിക്ക് നിങ്ങൾ എവിടെയെങ്കിലും കയറുമ്പോൾ സാലറിയിൽ വലിയ വ്യത്യാസങ്ങളൊന്നും വരാറില്ല. ഇനിയിപ്പോൾ അവസാനത്തെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, എനിക്ക് മനസ്സിലായത് ഇവിടുത്തെ ഒരു ലാംഗ്വേജ് ബാരിയർ ആണ്. അപ്പം ജർമ്മൻ ലാംഗ്വേജ് പൊതുവേ നല്ല പാടുള്ളതാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ B2 ഒക്കെ പഠിച്ച് നിങ്ങൾ ഹോസ്പിറ്റലിൽ ഇവിടെ വന്ന് ജോയിൻ ചെയ്യുമ്പോഴും അവർ ഇവിടെ ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാൻ നല്ല പാടാണ്. കാരണം ജർമ്മൻസ് ആണ് ക്ലാസ് എടുക്കുന്നത്, അവർ വലിയ ഫ്ലുവൻ്റ് ആയിട്ടായിരിക്കും സംസാരിക്കുന്നത്. അപ്പോൾ തുടക്കത്തിൽ അതൊക്കെ മനസ്സിലാക്കാൻ നല്ല പാടായിരിക്കും. പക്ഷേ വിഷമിക്കേണ്ട, അത് ഗ്രാജുവലി ശരിയാകും. അപ്പം ഇതാണ് മെയിനായിട്ടും ഇവിടെ തുടക്കത്തിൽ വരുന്ന സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത്. എല്ലാം ഞാൻ പറഞ്ഞു. പക്ഷെ ഒരു കാര്യം ഞാൻ വിട്ടുപോയി പറയാനായിട്ട്, അത് അക്കോമഡേഷനെ പറ്റിയിട്ടാണ്. അപ്പം പലർക്കും ഒരു ഡൗട്ടുണ്ട്, ഈ ഹൗസ് ബിൽഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അക്കോമഡേഷൻ കിട്ടുക എന്നുള്ളത് ജർമ്മനിയിൽ. അപ്പം നിങ്ങൾ ആ ഒരു കാര്യത്തിൽ വിഷമിക്കേണ്ട. കാരണം നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ഇവിടെ ഒരു ഹൗസ് ബിൽഡിങ്ങിന് അഡ്മിഷൻ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ആ ഹോസ്പിറ്റലിൻ്റെ തന്നെയുള്ള സ്റ്റുഡൻറ് അപ്പാർട്ട്മെൻറ്റുകളിൽ നിങ്ങൾക്ക് അക്കോമഡേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ സ്കൂളിംഗ് ഒക്കെ കഴിഞ്ഞ് ജർമ്മനിയിൽ നേഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ടോപ്പിക്ക് ഞാൻ മാക്സിമം ഇവിടെ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക, ഞങ്ങൾ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, പിന്നെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. വീണ്ടും ഞങ്ങൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അണ്ടിൽ ദെൻ ബൈ.